ഇന്ന് നമ്മളൊരു ഈസി കോസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ അരിഞ്ഞൊക്കെ വെക്കുമ്പോൾ തോന്നും ഇത് ഇച്ചിരി പാടാണല്ലോ എന്ന്. പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ യഥാർത്ഥത്തിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപ്മാവാണ്. ഇതിന്റെ ഉപ്പുമാവൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഞാൻ ഇതുവരെ പുട്ട് വെച്ചിട്ട് ഉപ്പുമാവൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ചോറ് വെച്ചിട്ട് പണ്ട് വല്യമ്മച്ചി ഒരു ടേസ്റ്റ് ഒരു ഇതുണ്ടാക്കി തരും. അത് ഉപ്പുമാവെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്നൊക്കെ നമ്മൾ വല്യമ്മച്ചി ചോദിക്കുമ്പോൾ വല്യമ്മച്ചി പറയും അത് ചോറ് കളയണ്ടല്ലോ, അപ്പൊ ഇത് ഇങ്ങനെ ആക്കി തന്നേന്ന് പറയും. വല്യമ്മച്ചിക്ക് അപാര കൈപ്പുണ്യാണ് കേട്ടോ. എന്ത് കറി വെച്ചാലും വല്യമ്മച്ചിയുടെ കറി കൂട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റ്. വല്യമ്മച്ചി ഉള്ളിയും പരിപ്പും പറയും, എന്റെ ദൈവമേ, അത് മാത്രമായിട്ട് കോരി ഒഴിച്ച് കുടിക്കാൻ വരെ എനിക്ക് ഇഷ്ടമായിരുന്നു. അത്ര ടേസ്റ്റ് അത്. പക്ഷെ ഞങ്ങളെല്ലാവരും അതിന്റെ റെസിപ്പി വെച്ചിട്ട് ചെയ്ത് നോക്കുമെങ്കിൽ നമ്മൾക്കൊന്നും അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഒത്തട്ടില്ല. അത് വല്യമ്മച്ചി വെക്കുന്നത് പറയുമ്പോ തന്നെ എന്റെ വായിക്കൂടെ വെള്ളം ഓടുന്നു, അത്രയ്ക്ക് ടേസ്റ്റാ. വലിയമ്മച്ച് അത്ര നന്നായിട്ട് കറികൾ വയ്ക്കും. ചില കറികൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും. അമ്മ ചില കറികൾ വയ്ക്കും. അതൊക്കെ നമുക്കിങ്ങനെ കുറെ കറികളുണ്ട് നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ്. എനിക്കാണെങ്കിൽ 10 ചോട് വെച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാക്കില്ല. എന്റെ ഈ വീടും എന്റെ അമ്മയുടെ വീടും തമ്മിൽ വളരെ അടുത്താണ് കേട്ടോ. എനിക്കൊന്ന് നടന്ന് ഒരു 10 ചോട് നടന്നു പോയാൽ എന്റെ വീട്ടിലെത്താം. അങ്ങനെയാണ് നമ്മളെ വീട് തമ്മിലുള്ള ഒരു അകലം എന്ന് വെച്ചാൽ. അത് കാരണം ഒന്ന് വയ്യാതായാലും ഞാൻ അവിടെ ഒന്നും രാത്രിയിലായാലും ഞാൻ പോയി അങ്ങ് നിൽക്കും. ഇപ്പൊ എനിക്ക് വയ്യാതായപ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ബട്ടർ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ബട്ടർ നെയ്യൊക്കെ ഇടണമെന്നുള്ള, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്താൽ മതി കേട്ടോ. കടുക് ഇടാൻ ഞാനങ്ങ് മറന്നുപോയി ഈ കൂട്ടത്തില്. അത് കാരണമാണ് ഇതിനകത്ത് കടുകിന്റെ ഒരു വീഡിയോ വരാനുള്ളത്. പിന്നെ സവാള നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടെന്ന് വെച്ചാൽ അത്രയും ഡീപ്പായിട്ടൊന്നും വേണമെന്നൊന്നും ഇല്ല. നമ്മൾ ഉപ്പുമാവിന് എങ്ങനെയാ, ഉപ്പുമാവിന് കുറച്ചും കൂടെ കുനുകുന അരിഞ്ഞെടുക്കും. അതിനുശേഷം ക്യാരറ്റോ നമ്മളെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചേർക്കും ഉപ്പുമാവിന്. നിങ്ങളൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അങ്ങനെ ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസ് മാക്സിമം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് അതേ കണക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചങ്ങ് പ്രോസസ്സ് അങ്ങ് നീണ്ടുപോയതെന്നറിയാമോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി ചെയ്തു വെക്കാത്തത് കാരണമാണ് പ്രോസസ്സ് നീണ്ടുപോയത്. എനിക്ക് തിരിച്ചിങ്ങോട്ട് വീട്ടിൽ വന്നെങ്കിലും മൊത്തത്തിൽ അങ്ങോട്ട് അടുക്കള അങ്ങോട്ട് സെറ്റായി വരുന്നില്ല എന്ന് വെച്ചാൽ ഒരിടത്ത് വൃത്തിയാക്കുമ്പോൾ മറ്റേടത്ത് മെസ്സായിട്ട് തോന്നും. ഇപ്പൊ എല്ലാം എന്തായാലും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് കുറച്ച് ദിവസം ഒരു ലോങ് വീഡിയോയ്ക്കൊക്കെ ലാഗ് വന്നതും കാര്യങ്ങളൊക്കെ വന്നത്. കാര്യം എനിക്ക് ക്ലീനായി മൊത്തത്തിൽ ഇങ്ങോട്ട് ക്ലീനായി കിട്ടുന്നില്ല. ഓരോ ദിവസവും ഓരോരുത്തടുത്തായിട്ട് കിടക്കുക. ഇതെന്താ ഇങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഒരു വർഷം ഒതുക്കി വരുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞ ഈ അറേഞ്ച്മെന്റ് പ്രോസസ്സ് വലിയൊരു ശീലമില്ലാത്ത വ്യക്തിയാണ്. എൻ്റെ വീട്ടില് അനിയത്തി നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. അല്ലാതെ എനിക്കിങ്ങനെ ഈ അറേഞ്ച് ചെയ്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഉള്ളൊരു വ്യക്തിയെ അല്ലായിരുന്നു ഞാൻ. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്ത് വെക്കാൻ ഞാൻ മാക്സിമം നോക്കുമെന്ന് വെച്ചാൽ. കാര്യം ഓപ്പൺ കിച്ചൺ ഞാൻ പ്രിപ്പർ ചെയ്തതാണ്. കാര്യം എനിക്കും കുറച്ച് അടുക്കും ചിട്ടയും വരുമല്ലോ എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ പ്രിപ്പർ ചെയ്ത. പിന്നെ അടുക്കും ചിട്ടയുടെ കാര്യം മാത്രമല്ല, എനിക്കിങ്ങനെ കിച്ചണിൽ ഒറ്റയ്ക്ക് ഇരുന്നിങ്ങനെ അടച്ചു കൂട്ടിയിട്ട് ഒരു കിച്ചണിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ജോലി ചെയ്യുന്നത് എനിക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഓപ്പൺ കിച്ചൺ. ആരെങ്കിലും വന്നാലും എനിക്ക് അവരുമായിട്ട് സംസാരിച്ച് ഒക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടായിരുന്നു ഓപ്പൺ കിച്ചൺ പ്രിഫർ ചെയ്തത്. ഇപ്പോഴും വെച്ചാൽ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എന്തുവാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ നടക്കുന്ന, ഹാളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ ഈ ബ്രഹ്മസല്ലി ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ നെയ്ക്കകത്തിട്ട് വഴറ്റി ഫ്രീസറിൽ ഒരു പാക്കറ്റ് കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വയ്യാത്ത ദിവസമാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കൊച്ചുങ്ങൾക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒന്നും ഇല്ലാന്നുണ്ട് ദിവസമാണെങ്കിൽ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതുള്ള സവാള ഒന്നും വേണമെന്നില്ല. ഈ ബ്രഹ്മസല്ലി ഇതും ഉപ്പ് മാത്രം ഇട്ട് മഞ്ഞപ്പൊടി മാത്രം ഇട്ട് എടുത്താലും ഉപ്പുമാവ് റെഡിയായി. കഴിഞ്ഞാൽ വയറത്തില്ലാവുന്ന സാധനം റെഡിയായി എന്നുള്ളത് കിട്ടും. ഇത് ഞാൻ മുമ്പേ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലായിരുന്നു. അന്നത്തെ ദിവസമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതുവരെയായിട്ട് ആവശ്യത്തിയായി ഈ ഒരു ബ്രഹ്മസല്ലി ഉപ്പുമാവ് ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇതാണ് അവരുടെ ഫസ്റ്റ് ടൈം ഈ ഒരു ഉപ്പുമാവ് ഇവര് ട്രൈ ചെയ്യുന്നത്. പക്ഷെ അമ്മ അന്നത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അത് കുറച്ച് ഉപ്പും കൂടെ, ഒച്ചിരിക്ക് ഉപ്പും കൂടെ മുമ്പേ വേണമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ദിയായ്ക്കും കാത്തൂനും ഒക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആയുഷിനും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇടയ്ക്ക് തൊണ്ടയ്ക്കൊരു ചെറിയ ഇതുണ്ട്, അത് കാരണമാണ് ഈ ഒരു അത് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ചെടി അങ്ങ് മാറ്റിയിട്ട് ഇവിടുത്തെ CC പ്ലാന്റ് ആയിരുന്നത് ഇതിനുള്ള വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ആ 2 പ്ലാസ്റ്റിക് പൂ എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വന്ന് ആ ഒരു കേക്കിനകത്ത് ഉണ്ടായിരുന്ന പൂവാണ്. ഈ 2 കണ്ടോളൂ. ബാക്കി ഇത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു.
അത് അവിടെ പോയെന്ന് എനിക്ക് അറിയില്ല, ചിലപ്പോൾ തീ എടുത്ത് വെച്ചേക്കുമായിരിക്കും. പിന്നെ അവിടെ വേറൊരു എയർ പ്ലാന്റ് ഉണ്ടായിരുന്നു. എയർ പ്ലാന്റ് ചീഞ്ഞു പോയി, അതെങ്ങനെ ചീഞ്ഞാന്ന് എനിക്കറിയത്തില്ല, അതും ചീത്തയായി. പിന്നെ ആ ഒരു കാക്ടസിന്റെ ആ ഒരു പ്ലാന്റ് മാത്രമേ ഇപ്പൊ അവിടെ ഇരിപ്പുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കെറ്റിലൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബ്ലാക്ക് കളർ കെറ്റിലാക്കി നമ്മൾ മുമ്പ് ഇരുന്ന കളർ കെറ്റില് സംഗീതയ്ക്ക് കൊടുത്തു. സംഗീത എന്റെ അനിയത്തിയാണ് കേട്ടോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എനിക്കൊരു അനിയത്തിയുണ്ട്, അപ്പൊ അവൾക്ക് കൊടുത്തു ഞാനിത്. എന്നിട്ട് ഇവിടുത്തെ ഈ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ കാര്യം ഈ ഒരു ചെടി ഇപ്പുറത്തെ വശത്തിരിഞ്ഞു, അപ്പൊ അത് അവിടെ നിന്ന് മാറ്റിയപ്പോൾ അവിടെ ചെടി ഇല്ലാണ്ടായി. ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് കുറച്ച് വീഡിയോ ഒക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം, എനിക്ക് പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ക്രേസ് ഉള്ള ആളാണ് ഞാൻ. ശരിക്കും ഹോം ടൂർ നിങ്ങൾക്ക് ആരോ ഒരാൾ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സിഗ്നേച്ചർ ബൈ അമ്മു, യഥാർത്ഥ പേര് അമ്മു എന്നാണ് പുള്ളിക്കാരത്തി. എനിക്ക് പുള്ളിക്കാരത്തെ പേഴ്സണലായിട്ട് അറിയാം. ഹോം ടൂർ വേണമെന്ന്. ഹോം ടൂർ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഒരു നമുക്ക് അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല. ഞാനിപ്പോ അങ്ങനെ ഹോം ടൂറിന് വേണ്ടിയിട്ട് ഇനി ഒരു സാധനം എടുത്ത് ആഡ് ഓൺ ചെയ്യാനൊന്നും പോകുന്നില്ല, അല്ലാതെ ഹോം ടൂർ ചെയ്യും. ഉള്ള സാധനം എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ ഹോം ടൂർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ എന്റെ പൂജാ റൂമിന്റെ കാര്യം ഞാൻ എന്റെ ഒരു ഷോർട്സിനകത്ത് പറഞ്ഞില്ലായിരുന്നു, എനിക്കൊരു പൂജാ സ്പേസ് വേണമെന്ന്. അപ്പൊ അതിനൊരു കൺക്ലൂഷൻ ആയിട്ടുണ്ട്. ഇവിടുത്തെ ഇന്റീരിയർ ചെയ്ത ചേട്ടന്മാരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വിളക്ക് കത്തിക്കാനുള്ള ഒരു സെറ്റപ്പ് എല്ലാം എനിക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ എന്ന് വെച്ചാൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് എനിക്കത് മാറ്റണമെങ്കിൽ മാറ്റി വെക്കാൻ വളരെ എലഗന്റ് ആയിട്ട് തന്നെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഓണത്തിന് മുമ്പ് തന്നെ എനിക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ വെക്കണമെന്ന് നിർബന്ധമില്ല. ഇത് നെയ്ക്കാത്തിട്ട് ഈ ബ്രഹ്മത്തിനെ നന്നായിട്ട് വഴറ്റി വെച്ചാല് വെള്ളം തിളപ്പിച്ചൊഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ബ്രഹ്മത്തിനെ അങ്ങോട്ട് പൊട്ടിച്ചങ്ങിട്ട്, പൊട്ടിച്ച് മീൻസ് നമ്മളൊരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിച്ച് നമുക്ക് ദിവസം വെച്ചിരിക്കാം, ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി, നല്ലതായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പൊ പിന്നെ ഈ ഒരു വഴറ്റലിന്റെയോ അത്രയും സമയമൊന്നും എടുക്കത്തില്ല. സവാള വെള്ളം വേണമെങ്കിൽ ഇച്ചിരി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്പൊ തന്നെ ഈ ബ്രഹ്മസല്ലി ഒഴിച്ച് തണുത്ത പച്ചവെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനകത്ത് വെക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ചതിനകത്ത് ചൂടാക്കി ഒഴിക്കുന്നതൊക്കെ. അല്ലാതെ ഇത്രയും നിങ്ങൾ സിമ്പിൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത്രയും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ അങ്ങ് റെസിപ്പി തരട്ടെ. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക, ഇച്ചിരി കടുക് ഇടുക, സവാള ഉണ്ടെങ്കിൽ അരിഞ്ഞ് 2 ഇടുക, ക്യാരറ്റ് 2 ഉണ്ടെങ്കിൽ, നിർബന്ധം ഇല്ല കേട്ടോ, നിർബന്ധം ഒട്ടും ഇല്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നമ്മള് ഇച്ചിരി മസാല എന്തെങ്കിലും പൊടി നിങ്ങൾക്ക് അങ്ങനെ സ്പൈസി ആയിട്ട് ഉപ്പുമാവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടുക. ബ്രഹ്മചല്ലി ഇടുക, വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടുക, അടച്ചു വെക്കുക. ഇതൊന്നും എന്ത് വരുമ്പം എടുത്ത് സുഖമായിട്ട് കഴിക്കാം. വയറ് നന്നായിട്ട് ഫില്ലാവുകയും ചെയ്യും. വെയിറ്റ് ഗെയിൻ്റെ വീഡിയോസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ദിവസം ഇപ്പൊ ഫുഡൊക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉടനെ വോയിസ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇവിടെ എല്ലാം എനിക്ക് സെറ്റ് ആക്കണം. അതിന് ഓണത്തിന് മുമ്പ് എല്ലാം വൃത്തിയാക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ മൂടും തിരിഞ്ഞിരിക്കുന്ന ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമേ കാത്തു എടുത്ത് തന്നോളൂ. ഞാൻ വീട്ടിൽ വയ്യാതെ കിടന്ന സമയത്താണ് ഈ വൃത്തിയാക്കൽ ഏർപ്പാടൊക്കെ നമുക്ക് അങ്ങനെ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ദിവസം വന്നതിന് ഇവിടെ വൃത്തിയായി, ഇവിടെയും വൃത്തിയാക്കി, ഞങ്ങളുടെ വീട്ടിലും പോയി ഞാൻ വൃത്തിയാക്കി, അങ്ങനെ മൊത്തം ഞാൻ വൃത്തിയാക്കിയായിരുന്നു. അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ വീഡിയോക്കകത്ത് ഞാൻ മൂടും തിരിഞ്ഞിരിക്കുക. ഒന്നിനെ പോലും എന്റെ മുഖം വേണമെന്നില്ല, ഈ വൃത്തിയാക്കുന്നെങ്കിലും ചോര തിരിഞ്ഞ് ഉണ്ടായിരുന്നെങ്കിൽ വേണ്ടിയില്ല. ഇവളെല്ലാം മൂടും തിരിഞ്ഞിരിക്കുന്ന വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കാരണം ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വൃത്തിയാക്കൽ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ഉപ്പുമാവിന്റെ ഫൈനൽ ലുക്ക്. നമുക്കിപ്പോ ലുക്കല്ല, ഇതാണ് സത്യത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു ഇഷ്ടം തോന്നി. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബ്രഹ്മസല്ലി ഇവിടെ ഇരുന്നിട്ട് കുറെ നാളായി കേട്ടോ. അപ്പൊ ഞാൻ ഒരു പാക്കറ്റേക്കും കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിനേക്ക് വേണ്ടിയിട്ട്. ഓണത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു കേട്ടോ. അതെല്ലാം വ്ളോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ സപ്ലൈകോയിൽ, ഞാൻ ഫസ്റ്റ് ടൈം സപ്ലൈകോയിൽ ഞാൻ പോകുന്നത് കേട്ടോ. ആ ഒരു വീഡിയോ ഒക്കെ എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ അത് ഞാൻ വിചാരിച്ചു വേണ്ട, താല്പര്യമില്ല, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമില്ല. അവരുടെ ഇഷ്ടമൊന്നും നോക്കിയിട്ടല്ല വീഡിയോ ഇടുന്നത്, എന്നാലും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഈസി കോസി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ദാണ്ടേ റെഡി ആയിട്ടുണ്ട്. ബ്രഹ്മസല്ലി ഉപ്പുമാവ് ഞങ്ങളുടെ വീട്ടിൽ അത് നന്നായിട്ട് ഓടി. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്.